ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ യമ്മി മംഗോളിയൻ ബീഫാണ്. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കാം. കുക്കിംഗ് വൈൻ വേണം, വെജിറ്റബിൾ ഓയിൽ, ബ്രൗൺ ഷുഗർ, സ്പ്രിംഗ് അനിയൻ, ഗാർലിക്, ജിഞ്ചർ, പിന്നെ ബീഫ്, ഡ്രൈഡ് റെഡ് ചില്ലി, റെഡ് ഓണിയൻ, ചിക്കൻ ബ്രോത്ത്, കോൺഫ്ലവർ, സോയ് സോസ്, ബേക്കിംഗ് സോഡ. ഇതിനു വേണ്ടി ഞാൻ ബീഫ് എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. നമ്മൾ സാധാരണ ഏഷ്യൻ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും എടുക്കാറില്ലേ, തിൻ സ്ട്രിപ്സ് ആയിട്ട് ബീഫ് അരിഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ റെസിപ്പിക്കും നമ്മൾ തിൻ സ്ട്രിപ്സ് ആയിട്ട് ബീഫ് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 1/2 കിലോ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ സോയ് സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. 1 ടേബിൾ സ്പൂൺ ചൈനീസ് കുക്കിംഗ് വൈനാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതിന് പുറമെ നമ്മൾ 3 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 2, 3. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം ബീഫിൽ കോട്ടാക്കുവാണ്. ഇനി നമുക്ക് സ്റ്റിർ ഫ്രൈ ചെയ്യാനുള്ള സോസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് സോയ സോസ് ഒരു മിക്സിംഗ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ സ്റ്റോക്ക് ക്യൂബിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഇതിന് മുന്നേ നമ്മൾ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായി. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു കുട്ടി വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് 3 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ്. 2 ടേബിൾ സ്പൂൺ ചൈനീസ് കുക്കിംഗ് വൈൻ. ഇത്ര ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റിർ ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഓൾറെഡി വോക്ക് അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിനെ ക്ലോഗ് ചെയ്തിടാതെ നമ്മൾ നിരത്തി ഇട്ട് കൊടുക്കാം. കളറൊന്ന് മെല്ലെ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് സ്റ്റിർ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബീഫ് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്കത് പാനിൽ ഒന്ന് നല്ലോണം നിരത്തി ഇട്ടേക്കാം. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ, ബീഫിൻ്റെ ഫ്ലേവറുള്ള പാനിൽ തന്നെ സവാളയൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അനിയൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ഡ്രൈ റെഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സോസ് ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ സോയ് സോസ് അത്യാവശ്യം ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത്. എങ്ങാനും ഉപ്പ് കുറവുണ്ടെച്ചാൽ, ബീഫിൽ ഉപ്പ് കുറവുണ്ടെച്ചാൽ നിങ്ങൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല.
ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക, തിളപ്പിച്ചെടുക്കുക. ഇതിങ്ങനെ തിളപ്പിക്കുമ്പോൾ ഇതിലുള്ള ആൽക്കഹോൾ കണ്ടന്റ് ഒക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഇനി ഈ സോസ് ഒന്ന് തിക്കൻ ആവാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറിൽ വെള്ളം ചാലിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് 3 ടീസ്പൂൺ കോൺഫ്ലവർ ആയിരുന്നു. തിക്കായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള സോസ് ആവും. ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ 2 തണ്ട് സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ള യമ്മി മംഗോളിയൻ ബീഫ് റെഡി ആയിട്ടുണ്ട്. മംഗോളിയൻ ബീഫും എഗ് നൂഡിൽസും ആണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. അപ്പം എഗ് നൂഡിൽസ് ആക്കുന്നേ ഉള്ളൂ. മീഡിയം എഗ് നൂഡിൽസ്. ഇത് ഏത് ബ്രാൻഡിൻ്റെയോ, ബ്ലൂ ഡ്രാഗൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ പ്ലെയിൻ ആയിട്ട് ബോയിൽ ചെയ്തെടുക്കും. അതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ മംഗോളിയൻ ബീഫിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.